ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂസ്. നിഫ്റ്റി ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 25,700 ആ ലെവലിലാണ് കാണുന്നത്. പിന്നെ അതിന് വേറെ ന്യൂസ് കണ്ടതെന്ന് വെച്ചാൽ IDFC ഫസ്റ്റ് ബാങ്ക് അതിൻ്റെ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. കാരണം അത് വലിയൊരു ഫ്രോഡാണ്. കാരണം ഈ മൊത്തം അതിൻ്റെ ഫ്രോഡ് നടന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സംവെയർ അറൗണ്ട് 590 കോടി ഉറുപ്പ്യേൻ്റെ ഫ്രോഡാണ് ബാങ്കിൽ നടന്നിട്ടുള്ളത്. അത് ബാങ്കിൻ്റെ എൻറ്റയർ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് ക്വാർട്ടറിൽ 503 കോടി ഉണ്ടായിരുന്നു. അതിലും കൂടുതൽ ഫ്രോഡാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. സോ ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമേ നടക്കുന്ന നടക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് വായിച്ചറിയാം, പേപ്പറിലൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടികളോട് ഇപ്പം ചോദിച്ചാൽ നിങ്ങൾ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ യു, ഐദർ ബുക്സ് ഓർ എ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം സ്മാർട്ട് ഫോണാണ് പറയുക. കാരണം സ്മാർട്ട് ഫോൺ ഈസ് വിച്ച് ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ യു ടു ലീവ് ഇൻ ദിസ് വേൾഡ് ഈസ് സ്മാർട്ട് ഫോൺ, നോട്ട് ദ ബുക്സ് എന്നാണ് ഏത് കുട്ടിയും പറയുക. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇന്ന് നോക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഈ AI വന്നു കഴിഞ്ഞാൽ പുതിയ ഈ ഡീപ്പ് ലേണിംഗ് AI ഒക്കെ വരുമ്പം ഈ ഡീപ്പ് ലേണിംഗ് ഒക്കെ ഇനി അടുത്ത് വരാൻ പോകുന്ന വാട്ടർ പൈപ്സിൻ്റെ ക്രാക്സ്, ട്രാഫിക് ഫ്ലോ, പിന്നെ ഫ്യൂഷൻ റിയാക്ഷൻസ്, ക്ലീൻ എനർജിയിൽ ഉപയോഗിക്കുന്ന ഷിപ്പിംഗ് റൂട്ട്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ, അതുപോലെ മോർ സസ്റ്റൈനബിൾ ആൻഡ് വേഴ്സറ്റൈൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിലെല്ലാം ഈ AI റീപ്ലേസ് ചെയ്യും. കാരണം ഇനി അടുത്ത് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് റോബോട്ട്സ് ആയിരിക്കും, പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന റോബോട്ട്സ് ആയിരിക്കും, കാർപ്പൻട്രി ചെയ്യുന്ന റോബോട്ട്സ് ആയിരിക്കും. സോ അതിലൊക്കെ വലിയ ജോബ് നഷ്ടങ്ങൾ വരും. പിന്നെ അതുപോലെ AI ചെയ്യുന്ന വലിയ കാര്യങ്ങൾ, പിന്നെ പുതിയ ഡ്രഗ് ഡിസ്കവറി ചെയ്യുന്ന കാര്യങ്ങളിൽ, പിന്നെ ഡിസീസസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ ഈ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വളരെ കുറക്കുന്നതാണ്. സോ അപ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിലറിയാലോ, മറ്റേ CPMയുടെ വലിയ പ്രക്ഷോഭമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെയും തൊഴിൽ നഷ്ടപ്പെടുന്നുള്ള ഒരു പേടിയിൽ CPMകാർ അന്ന് ഒരുവിധം എല്ലാ ബാങ്കും കോളേജസ്, നമ്മുടെയൊക്കെ കോളേജിൽ പഠിക്കുന്ന കുറേ ദിവസം സമരം തന്നെയാണ്. നമ്മളൊന്നും പഠിക്കാൻ ക്ലാസ് തന്നെ വിട്ടില്ല. അതുപോലെ തന്നെ ബാങ്കിലൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അപ്പം ഞാനാലോചിക്കും ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോഴും നമ്മളെ കേരളത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഇവർ AIക്കെതിരെ ഇത്ര വലിയ ശബ്ദം കൊടുത്തത്? കാരണം AI എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനെക്കാട്ടും വന്നതിനെക്കാട്ടും വലിയ ജോലി നഷ്ടമൊക്കെ ഉണ്ടാക്കുന്ന AI ആയിരിക്കും. കാരണം AI വരുമ്പോൾ ഈ റിസപ്ഷനിസ്റ്റിൻ്റെ ആവശ്യമില്ല, ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ല, പല ഏരിയയിലും AI റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ജോബ്സ്. So there will be a lot of people who doesn't have job, So അതിലെന്താണ് ഈ CPMൻ്റെ പാർട്ടിയുടെ വ്യൂ എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുകയാണ്. സോ ഞാൻ ജസ്റ്റ് ഒരു പേഴ്സണൽ വ്യൂ അതെൻ്റെ ആണ് കേട്ടോ. താങ്ക് യു.